നമുക്കിന്നൊരു സക്സസ്ഫുൾ കാഞ്ചനമാല മൊയ്തീൻ ലവ് സ്റ്റോറി ആയാലോ? വളരെയധികം സ്ട്രഗിളിന് ശേഷം ദേ അവർ ഒന്നിക്കാൻ പോവുകയാണ്. ആ ഒരു കാഴ്ച കാണാനാണ് ഞാൻ ദേ പോണ്. കലട്ടിനെ കൂട്ടിയിട്ടില്ല കേട്ടോ. 8 അംഗ സംഘത്തിൽ ദേ 2 പേർക്ക് എത്താൻ കഴിഞ്ഞുള്ളൂ. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാൽ വരാൻ കഴിഞ്ഞില്ല. ഇവിടെ ഞങ്ങളുടെ ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അവൾക്ക്. അങ്ങനെ ദേ ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിലെത്തിയേ. വെസ്റ്റിലുള്ള രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് മാരേജ്. ദേ ഇതാണ് ഞങ്ങളുടെ ആള്. നമ്മുടെ ഗ്രൂം എപ്പോഴേ പ്രസന്റ് ആയിരുന്നു കേട്ടോ. ആള് ഡോക്യുമെന്റ്സ് ഒക്കെ സെറ്റ് ആക്കാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളോട് 10 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് ദേ അവൾ എത്തിയത് 11 മണിക്ക്. പിന്നെ ഞങ്ങൾ ആദ്യം ആലോചിക്കണമായിരുന്നു ഇവളാണ് ആ പറഞ്ഞത്. ഇവളെവിടെ പരിപാടി എത്തിച്ചാലും അതന്നെയാണ് അവസ്ഥ. ഗ്രൂമിനെ കണ്ടില്ലല്ലോ. ദേ ഇതാണ് ആള്, ഹഫാർ. സംശയിക്കണ്ട, അതന്നെ ഹഫാറും നികിരയും. അതെ, പേര് പോലെ തന്നെ ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അവിടുത്തെ നോട്ടീസ് ബോർഡ് തപ്പിയപ്പോഴേ അവരെയും ഞാൻ കണ്ടുപിടിച്ചേ. ഇതുപോലെ കുറേ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ആ നോട്ടീസ് ബോർഡിൽ. അങ്ങനെ കല്യാണത്തിനുള്ള ടൈം എടുത്തോണ്ടിരിക്കുകയാണ്. ദേ ഇതാണ് അവരുടെ ചെയിൻ കേട്ടോ. അത് അവർ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. താലിയില്ല, മെഹറും ഇല്ല, ജസ്റ്റ് N&H അത് മാത്രം. അങ്ങനെ കൂടെ പഠിക്കുന്ന ടൈമിനെ അവർക്ക് N-H ഒരു ലെറ്റർ സ്റ്റൈൽ ഉണ്ടായിരുന്നേ. അത് തന്നെയാണ് ആ ചെയിൻ്റെ മുകളിലും ആക്കിയത്. നല്ല സിമ്പിൾ ആയിട്ടുള്ള ചെയിനും ഒരു സിമ്പിൾ ആയിട്ടുള്ള കല്യാണം പ്രമാണിച്ച് നല്ല ടെൻഷൻ അത് അവളുടെ മുഖത്ത് കാണാനും ഉണ്ട്. പിന്നെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു രജിസ്റ്റർ മാരേജിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റും. അവളുടെ ഫ്രണ്ട്സും ഫാമിലീസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവൻ്റെ ഫാമിലീസ് ഒന്നും വന്നിട്ടില്ല. എല്ലാവരും അബ്രോഡ് ആയതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. ഇവൾക്ക് പെട്ടെന്നായിരുന്നേ വിസ സെറ്റ് ആയതും കയറി പോകാനുള്ള ടൈം ആയതും. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നൊരു കല്യാണം ഉണ്ടായത്. 10-ാം തീയതി കല്യാണം കഴിച്ചതേ 13-ാം തീയതി അവർ പറക്കാൻ പോവുക. ബാക്കി അവൻ്റെ ഫാമിലി ഡേ അവിടെ ഒരു പാർട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുവൈത്തിൽ. പരസ്പരം എന്തേ അവർ സമ്മതപത്രമൊക്കെ വായിക്കുന്നുണ്ട്. ഭാര്യയായിട്ട് സ്വീകരിച്ചു, ഭർത്താവായിട്ട് സ്വീകരിച്ചു എന്നൊക്കെ. ഇതൊക്കെ ഉണ്ടെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത് തന്നെ. എന്തായാലും ഞങ്ങൾ അതൊക്കെ കൈയടിച്ച് പാസ്സാക്കി വിട്ട്. 13 വർഷത്തെ പ്രണയ സാക്ഷാത്കാരാണ് ഈ കാണുന്നത്. എനിക്ക് പഠിക്കുന്ന ടൈം തൊട്ടേ ഞങ്ങൾ ചോദിച്ചിരുന്നു ഇത് നടക്കുമോ എന്നൊക്കെ. പക്ഷെ അവൾക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. എന്തായാലും ഒരു രജിസ്റ്റർ മാരേജ് പ്രതീക്ഷിച്ചോളിങ്ങളെന്നാണ് ആദ്യം അവൾ പറഞ്ഞത്. അതുപോലെ തന്നെ അവൾ നടത്തിയെടുക്കുകയും ചെയ്ത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പാർട്ടിയൊക്കെ തരാമെന്നായിരുന്നു അവൾ പറഞ്ഞിരുന്നത്. അതും ഈ പറഞ്ഞ പോലെ എല്ലാവരെയും വിളിച്ചിട്ട് അവൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അവളുടെ ചുരുങ്ങിയ ഒരു ഫ്രണ്ട് സർക്കിളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ചെറിയൊരു പാർട്ടി ആയിരുന്നു ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പുള്ളീന്ന് സൈൻ ചെയ്യലും എല്ലാം കഴിഞ്ഞിട്ട് ഇതേ പുറത്തിറങ്ങിയിട്ടായിരുന്നു കേട്ടോ മാല കെട്ടലും മാല ഇടലും ഒക്കെ ഉണ്ടായിരുന്നത്. എല്ലാവരും ഹാപ്പിയിൽ തന്നെയായിരുന്നു കേട്ടോ. അവളുടെ അച്ഛനായാലും അമ്മയായാലും ഒക്കെ. ഇത് പിന്നെ ഇതേ ഫോട്ടോഷൂട്ട് നിർബന്ധമാണല്ലോ. അതിൻ്റെ കൂടെ ഇതേ ഈ ഒരു സീനും നിർബന്ധമാണ്. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ എന്തെന്നില്ലാത്തൊരു സന്തോഷം കേട്ടോ. കാരണം അവൾ ആദ്യമൊക്കെ നടക്കുമെന്ന് പറഞ്ഞാലും ഞങ്ങൾക്കൊരു വിശ്വാസം ഇല്ലാത്ത പോലെ ആയിരുന്നു. അവസാനം ഇതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിപ്പോയി. എന്തൊക്കെ വന്നാലും ഞാൻ നടത്തിയെടുക്കും, ഇല്ലെങ്കിൽ കല്യാണം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു. പറഞ്ഞ പോലെ തന്നെ അവൾ ചെയ്യുകയും ചെയ്തു. ഫാമിലി സപ്പോർട്ട് മുഴുവൻ അവൾക്ക് കിട്ടുകയും ചെയ്തു. നമ്മുടെ പേരൻസ് തന്നെ കൈപിടിച്ചേൽപ്പിക്കുമ്പോൾ അത് വേറൊരു ഫീലിങ്സ് തന്നെയാണ്. പിന്നെ മാലയിടലൊക്കെ കഴിഞ്ഞതേ വീണ്ടും കുറച്ച് ഫോട്ടോഷൂട്ട്. അവിടെ ഇൻഡോറും ഔട്ട്ഡോറും എല്ലാം ഇതൊക്കെ തന്നെ. ഇതൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനെയും കല്യാണം കഴിക്കാലോ എന്ന് ആലോചിച്ച് പോകുക. വെറുതെ കോടികൾ ചിലവാക്കി കഴിക്കുന്നതും കല്യാണം, ഇതും കല്യാണം. സിമ്പിളായിട്ട് വലിയ ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാതെ ഒരു കുഞ്ഞു കല്യാണം. രജിസ്റ്റർ ഓഫീസിലെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പാരമൗണ്ട് റെസ്റ്റോറൻറ്റിലേക്കാട്ടോ പോയത്. അവിടെ നിന്നായിരുന്നു ബാക്കി പരിപാടികൾ ഉണ്ടായിരുന്നത്. അവിടെ ഒരു കുഞ്ഞു സെറ്റപ്പ്. വന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയേ. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് അവളോട് കുറച്ച് സോറിയൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോഴുള്ള എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. അപ്പോഴാണ് ഓർത്തത് അവൾക്കുള്ള കുഞ്ഞു ഗിഫ്റ്റ് ഞങ്ങൾ കൊടുത്തിട്ടില്ലായിരുന്നല്ലോ, അത് അവൾക്ക് അവിടെ വെച്ച് കൊടുത്തേ. ഞങ്ങളുടെ 8 അംഗ സംഘത്തിൽ ആദ്യമായിട്ട് കല്യാണം കഴിച്ച എൻ്റെ നിന്ന് തുടങ്ങിയതാണ് കേട്ടോ ഈ പരിപാടി. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അന്ന് ഷെയർ ഇട്ട് തുടങ്ങിയ പരിപാടിയായിരുന്നു. ബട്ട് ഇപ്പോൾ ഗോൾഡിൻ്റെ റേറ്റ് ആലോചിക്കുമ്പോൾ അങ്ങനെയൊന്നും എത്തണില്ല. പിന്നെ അവിടുന്ന് കുറച്ച് സൂപ്പും കഴിച്ച് കുറച്ച് ബിരിയാണി അടിച്ച് അവസാനം ദേ ഒരു ഡെസേർട്ടും കഴിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. അപ്പോൾ നമ്മുടെ 13 വർഷത്തെ പ്രണയകഥ നെക്സ്റ്റ് ലെവലിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.